ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഓൺ വോയിസ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു യൂട്യൂബ് തുടങ്ങിയിട്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. കുറേ പേര് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് കുറേ പേര് വാവൻ്റെ സ്കിൻ കെയർ, നൈറേൻ്റെ സ്കിൻ കെയർ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സ്കിൻ കെയർ അങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നൈറ ബേബീൻ്റെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നോക്കിയിട്ട് യൂസ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കണം. നമ്മളെപ്പോലെ തന്നെയാണ് കുഞ്ഞുവാവകളും, അവർക്കും സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് അവരെ പ്രൊഡക്ട്സ് ഒക്കെ അവർ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നോർമൽ സ്കിൻ, കോമ്പിനേഷൻ, സെൻസിറ്റീവ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നൈറ ബേബീൻ്റെത് സെൻസിറ്റീവ് സ്കിന്നാണ്. എൻ്റെത് കോമ്പിനേഷനാണ്, പക്ഷെ നൈറേൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്. അവൾക്ക് അടുത്ത് കൂടെ എന്തെങ്കിലും ഒരു കൊതുക് കുത്തിയാൽ വരെ ഭയങ്കര അലർജി ആവും. എന്തെങ്കിലും പൊടി തട്ടിയാൽ അലർജി ആവും. തുമ്മൽ, ചീറ്റൽ അങ്ങനെ എല്ലാം കൊണ്ടും സെൻസിറ്റീവ് ബേബിയാണ് നൈറ ബേബി. അപ്പോൾ ഞാൻ അവരുടെ കാര്യത്തിൽ നല്ലോണം എല്ലാം നോക്കിയും കണ്ടിട്ടേ ചെയ്യാറുള്ളൂ. അതുപോലെ നിങ്ങളെ ബേബീൻ്റെയും സ്കിൻ ടൈപ്പ് നോക്കണം. അതുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഓരോരോ പ്രൊഡക്റ്റ് ബേബീനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് അറിയോ, നൈറ അവിടെ ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും അതുപോലെ തന്നെ അവളെ സ്കിൻ കെയർ റൊട്ടീനും പറയാം. നൈറ ബേബിക്ക് വരെ സ്കിൻ കെയർ റൊട്ടീനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പറയൂ, അമ്മ എനിക്ക് ചെറുപ്പത്തെ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് തെളിവാണ് വീട്. ഓക്കെ, അപ്പം ഞാൻ അവൾക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് കുഞ്ഞിലെ മുതൽ കുളിപ്പിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അപ്പം മുതൽ ഞാൻ യൂസ് ചെയ്ത ഹെയർ ഓയിലും ബോഡി ഓയിലും സമേതേൻ്റെ ആണ്. ഇത് ബോഡി ഓയിൽ, ഇത് ഹെയർ ഓയിൽ. ഒരു പ്രശ്നങ്ങളും അവൾക്ക് വന്നിട്ടില്ല കേട്ടോ. ഈ ഓയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ അവൾ തലയിൽ, അതായത് ഷാമ്പു യൂസ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ തലയിൽ കുഞ്ഞിലെ നമ്മുടെ തല ഇങ്ങനെ ഒരു തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരും. അതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു താരനോ അല്ല, എന്താണെന്ന് എനിക്കറിയില്ല അത്. അപ്പം അങ്ങനെ ഒന്ന് വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ തന്ന ഷാമ്പു ആണ്. സ്പൂ എന്ന് പറഞ്ഞിട്ടില്ല ഷാമ്പു. ഇതിന് എത്ര 300 അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ റേറ്റ് പറയണോ ഞാൻ? ഈ ഓയിലിൻ്റെ റേറ്റ് 520 ആണ്. ബേബി മസാജ് ഓയിൽ, അതായത് ബോഡി ഓയിലിൻ്റെത്. ഇതിൻ്റെത് ഹെയർ ഓയിലിൻ്റെത് 180 അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവളെ തലയിൽ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ എണ്ണ ഇട്ട് കുളിപ്പിക്കുമ്പോൾ കുറച്ച് ഷാമ്പു എടുത്തിട്ട് യൂസ് ചെയ്യും. ഒരു പ്രശ്നമില്ല വാവക്ക് ഷാമ്പു യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം അതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ ക്രീമാണ്, മീൻസ് ബോഡി ലോഷൻ എന്ന് പറയുന്നത്. ഞാൻ അവൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു, സെറ്റാഫിലിൻ്റെത്. ഇത് ഓൾമോസ്റ്റ് തീരാനായി. അപ്പം ഇവക്ക് സ്കിന്നിൽ ഒരു എന്താ പറയുക കൊതുക് കുത്തിയിട്ടോ എന്തോന്നറിയില്ല. ഡോക്ടർ പറഞ്ഞ് കൊതുക് കുത്തിയിട്ടാണെന്ന്. അപ്പോൾ റെഡ് ഇങ്ങനെ ഡോട്ട് വന്നപ്പം ഞാൻ കൊണ്ട് കാണിച്ച്. അപ്പം പറഞ്ഞ് നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം ഒരു ലോഷൻ എനിക്ക് തന്നിട്ടുണ്ട് ഡോക്ടർ. ഇത് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്കിന്നിന് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. ടെഡി ബാർ എന്ന് പറഞ്ഞിട്ടില്ലാണ്. നല്ല ലോഷനാണ്, നല്ല മോയ്സ്ചറൈസറാണ്. ഇതിന് 585 നല്ലതാണ്. ഞാൻ ഇത് മാത്രമല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, രണ്ടും മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ. ഞാൻ സോപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇതാണ് സോപ്പ്, സിറ്റാഫിലിൻ്റെ സോപ്പ് തന്നെയാണ് ഞാൻ വാവയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം നൈറ ബേബിക്ക് യൂസ് ചെയ്യുന്നത് ഈ പ്രൊഡക്ട്സ് മാത്രമാണ്. ഒന്ന് ഈ മോയ്സ്ചറൈസറും പിന്നെ ഷാമ്പു, ഓയിൽ, ഹെയർ ഓയിൽ അങ്ങനത്തതൊക്കെ. പിന്നെ എല്ലാവരും പറയും എന്താ പറയുക സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന്. ഞാനിതുവരെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും യൂസ് ചെയ്യണം. ഞാൻ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഒന്ന് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യുക. ഞാനിതുവരെ ഡോക്ടറോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ അവൾ സെൻസിറ്റീവ് സ്കിൻ അതിനെക്കൊണ്ട് എനിക്ക് അറിയില്ല എന്താ ഇനി വേറെ ഏതെങ്കിലും സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഉണ്ടോയെന്നും ചോദിക്കണം. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മളെപ്പോലെ തന്നെയല്ല അവരും നമ്മളെ കൂടെ വരുമ്പം സൺലൈറ്റിലേക്കൊക്കെ വരുന്നതല്ലേ. അപ്പം എന്തായാലും അവരെ സ്കിന്നിനും നല്ല ഡാമേജ് ആയിരിക്കും. അപ്പം ഇനി എന്തായാലും പോകുമ്പം ചോദിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറേൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പുറത്ത് മാത്രം തേച്ച് നിൽക്കുക പോരാ, ഉള്ളിലോട്ട് എന്തെങ്കിലും ചെല്ലണം. ഐ മീൻ ഫുഡ്, നല്ല ഫുഡ് കൊടുക്കണം. നമ്മൾ ഓറഞ്ച് ജ്യൂസ്, ഇപ്പം നൈറയ്ക്ക് എത്ര 7 മാസം കഴിയാനായി. ഇപ്പോൾ ഇനി സെപ്റ്റംബർ 10th ആയാൽ 8th മന്ത് സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോഴേ സോളിഡ് ഫുഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 6ാം മാസത്തിൽ തുടങ്ങാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ ഓരോരോ ജ്യൂസ്, മൂസാമ്പി ജ്യൂസ്, പിന്നെ ഓറഞ്ച് ജ്യൂസ് അങ്ങനെയൊക്കെ ഞാൻ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ നല്ല ഓരോരോ വെജിറ്റബിൾസ് ഞാൻ ഓരോരോ ഉച്ചയ്ക്ക് നമ്മളെ ലഞ്ച് ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അത് പറയുകയാണെങ്കിൽ ഈ വീഡിയോ നല്ല ലെങ്ത് ആയിപ്പോവും. അപ്പം അങ്ങനെ ഉള്ളിലോട്ടേക്കും നല്ല നല്ല ഫുഡ് കൊടുത്താൽ സ്കിന്നും ഹെയറും ഒക്കെ അടിപൊളിയായിട്ട് വരും. നമ്മളങ്ങനെയല്ലേ, നല്ല ഫുഡൊക്കെ കഴിച്ചാലേ നമ്മുടെ സ്കിന്നും ഹെയറിനൊക്കെ നല്ലത് വരിക. അതുപോലെ തന്നെയാണ് വാവേൻ്റെ കാര്യം. പിന്നെ നൈറേൻ്റെ മുടീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുഞ്ഞ് നല്ല എന്താ പറയുക തിൻ ഹെയർ ആട്ടോ നൈറേൻ്റെ ഹെയർ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ചീർപ്പ് കോംബ്. ഇങ്ങനെ കണ്ടോ, ഒരു ബ്രഷ് പോലെ. ഇത് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ നൈറ ബേബിൻ്റെ മുടി ചീവി കൊടുക്കാറ്. ഹെയർ സ്റ്റൈൽ ചെയ്യണം, പക്ഷെ നൈറ ബേബിക്ക് മുടി ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞ് ക്ലിപ്പൊക്കെ ഇവിടെ കൂടി കുത്തി കൊടുക്കും. മുടി വന്നിട്ട് വേണം എനിക്കൊരു പണിയാൻ. ഞാൻ എന്താ പറയുക, അങ്ങോട്ട് നോക്കി ഞാൻ പറഞ്ഞിട്ട് നൈറ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അത് ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നത്. അപ്പോൾ ഇതാണ് കുഞ്ഞു ചീർപ്പ് നൈറേൻ്റെ. പിന്നെ നെയിൽസ് നമ്മളെ മാന്തി പറിക്കും. എൻ്റെ അമ്മ എന്നെ ഇപ്പോൾ മാന്തി എൻ്റെ കഴുത്തിൽ മൊത്തം വരകളാണ്. എന്നെ ഇങ്ങനെയൊക്കെ ആക്കും നൈറ. അപ്പം ഞാൻ നൈറേൻ്റെ നെയിൽസ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു നെയിൽ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ഓരോരോ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവും. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കും. ബാറ്ററി ഇടുന്നതാട്ടോ. അവിടെ ഇങ്ങനെ നെയിൽസ് ഇങ്ങനെ ആവും. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വിചാരിക്കും നല്ലോണം വേദനയാവുന്നു, പക്ഷെ വേദനയൊന്നും ആവില്ല. ഞാൻ അയറയ്ക്ക് ചെയ്യുന്നതാണ്, നല്ലതാണ്. അതുകൊണ്ട് മാന്തിനും ഒക്കെ കുറച്ച് കുറവുണ്ട്. ഇത് അവൾ വെച്ച് തരും കേട്ടോ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഓരോരോ സാധനങ്ങൾ കയ്യിൽ കൊടുക്കും. അപ്പോൾ അത് നോക്കി ഇങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് വേഗം നെയിൽ ഷേപ്പ് ചെയ്ത് വിടും, അല്ലെങ്കിൽ മാന്തി പറിക്കും. അപ്പം നൈറ ബേബീൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ബേബീസിനാണെങ്കിലും നല്ലോണം സ്കിന്നൊക്കെ കെയർ ചെയ്യുക അപ്പോഴേ നല്ല അടിപൊളിയായിട്ട് സ്കിന്നൊക്കെ ആവുള്ളൂ. പിന്നെ നല്ല ഫുഡൊക്കെ കൊടുക്കുക. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്തും ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒരു വയസ്സ് വരെ ബേബി സ്കിന്നല്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഓരോന്നും ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നല്ല പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ നൈറ ബേബീൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നൈറ ബേബീൻ്റെ ഷൂ എവിടുന്നാണ് വാങ്ങിയത്, ഡ്രസ്സ് എവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ. ഞാൻ അധികം വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാറുണ്ട്. മാക്സ് അങ്ങനെ ഇഷ്ടമില്ലേ, നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുമല്ലോ, അങ്ങനെയൊക്കെയാണ്. ഞാൻ ഓൺലൈനിൽ അത്ര വാങ്ങലില്ല. പക്ഷെ നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിലും നമ്മൾ വാവകൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വാഷ് ചെയ്തിട്ട് നല്ലോണം അയൺ ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അറിയാലോ, സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. അപ്പം നല്ല റാഷസൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. നമുക്കൊന്നും അറിയില്ല ക്ലോത്ത്സിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ നല്ലോണം വാഷ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് വാവയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നൈറ ബേബീൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെ സപ്പോർട്ട് അങ്ങോട്ടേക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ എന്തോ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ബെൽ ബട്ടണും. അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും എന്നൊക്കെ. അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ഇതിപ്പോൾ എന്താണെന്ന് പറയുക, നൈറ ബേബി കിടന്ന് ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഇത് പിന്നെ ഇവിടെ കുഞ്ഞ് കുറച്ചല്ലേ സ്കിൻ കെയർ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ സ്കിൻ കെയർ എന്തൊക്കെയോ എടുക്കാനുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി ഓരോ ടോപ്പിക്ക്, അതായത് കണ്ടന്റ് എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ വീഡിയോ ഞാൻ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടാ നൈറ ബേബീനെ കാണണോ? ക്യാമാൻ ഫോൺ അതെടുക്കട്ടെ. കണ്ടോ, ഇതാണ് നൈറ ബേബി. ഇവിടെ ഫുൾ പ്രൊട്ടക്ഷൻ. ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നാളെ എത്തും. മറ്റേ റെയിലോ അതെന്നെയാണ് പറയുക. ഈ ചുറ്റും ഇങ്ങനെ ബെഡിൻ്റെ ചുറ്റും വയ്ക്കുന്നത്. എന്താ ഉറക്കം കണ്ടോ, നല്ല ഉറക്കം. അപ്പോൾ ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.